വന്ദേമാതരം പിറന്നിട്ടുന്ന 150 വർഷം. ഒരുമിച്ച് ഒരൊറ്റ സ്വപ്നം കാണാൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വരികൾ ആഹ്വാനം ചെയ്തപ്പോൾ വരും തലമുറകൾ അത് ശിരസാവഹിക്കുകയായിരുന്നു. 2026 നവംബർ 7 വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 1875 നവംബർ 7-നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തൂലികയിലൂടെ ആ ഗാനം പിറവിയെടുത്തത്. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി ആ മാസ്മരിക വരികളിൽ അടങ്ങിയ ദേശീയതയിൽ നമ്മൾ നാം അറിയാതെ അലിഞ്ഞു ചേർന്നു. ഓരോ ഭാരതീയനെയും ദേശീയതയുടെ പിന്നിൽ അണിനിരത്താൻ വന്ദേമാതരം എന്ന ഒറ്റ ഗീതത്തിന് സാധിച്ചു. ഭാരതത്തിന്റെ ഐക്യത്തെ പദങ്ങളാൽ കോറിയിട്ടപ്പോൾ ഭാരതത്തെ ഒറ്റക്കെട്ടായി നിലനിർത്തിയ ആശയത്തിന് ശബ്ദവും ദർശനവും നൽകിയ ഗീതമായി വന്ദേമാതരം. അടിമത്വത്തിന്റെ വേദന കടിച്ചമർത്തി ദീർഘ സുഷുപ്തിയിലാണ്ടുപോയ ഒരു ജനതയെ ഉണർത്തി ഉദ്ധരിക്കാൻ തീക്ഷ്ണമായ ആ വരികൾക്ക് സാധിച്ചു. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ആലപിച്ചപ്പോഴാണ് ഭഗവത്ഗീത വചനങ്ങൾ കേട്ടപോലെ ഓരോ ഭാരതീയന്റെ ആത്മാഭിമാനം സടകുടഞ്ഞത്. ഒരു കവിയുടെ കേവലമായ ഭാവന മാത്രമായിരുന്നില്ല വന്ദേമാതരം, മറിച്ച് മാതൃരാജ്യത്തിന്റെ അതിജീവനത്തിനായുള്ള ഉണർത്തുപാട്ടും പിറന്ന മണ്ണിനെ സംരക്ഷിക്കാനായുള്ള തീവ്രമായ ഇച്ഛാശക്തിയെ പോഷിപ്പിക്കുന്ന ആത്മനൊമ്പരത്തിന്റെ മുറവിളി കൂടിയായിരുന്നു അത്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ബടുകേശ്വർ ദത്ത് തുടങ്ങി ഒട്ടേറെ ധീരദേശാഭിമാനികൾ വന്ദേഭാരതം മുഴക്കിക്കൊണ്ട് സധൈര്യം മരണത്തിലേക്ക് നടന്നു നീങ്ങി. സുഭാഷ് ചന്ദ്രബോസ് വന്ദേമാതരം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സഞ്ചലന ഗാനമാക്കി. ഇന്ന് 150 വർഷങ്ങൾക്കിപ്പുറവും പ്രാർത്ഥനയുടെയും ചെറുത്തുനിൽപ്പിന്റെയും ആവിഷ്കാരമായി വന്ദേമാതരം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്ന് മാത്രമാണ്, ആ വരികളിലെ ദേശീയത. ജനം, ഡൽഹി.